എല്ലാവർക്കും നമസ്കാരം. ഈ സംഭവം നടക്കുന്നത് അമേരിക്കയിലാണ്. ഒരു ഓൺലൈൻ ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിക്ക് ഓൺലൈൻ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത് കൃത്യമായിട്ട് മനസ്സിലാവുന്നില്ല. അവന് 12 വയസ്സുണ്ട്. അവൻ്റെ പേര് സ്റ്റോക്സ് എന്നാണ്. ഈ ഓൺലൈൻ ക്ലാസ്സൊക്കെ തുടങ്ങണേക്കാളും മുമ്പ്, അതായത് ലോക്ക്ഡൗണിന് മുമ്പ് ക്ലാസ്സിൽ പഠിപ്പിക്കുന്നതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റിയിരുന്ന ഒരു കുട്ടിയായിരുന്നു സ്റ്റോക്സ് എന്ന് പറയുന്ന 12 വയസ്സുകാരൻ. ഓൺലൈൻ ക്ലാസ്സിൽ എന്തോ അവന് കാര്യങ്ങൾ ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അവൻ്റെ അമ്മ ടീച്ചേഴ്സിനെ വിളിച്ച് പറഞ്ഞു, എൻ്റെ മകന് പെട്ടെന്ന് ഈ ഓൺലൈൻ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ഗ്രാസ്പ് ചെയ്യാനൊരു ബുദ്ധിമുട്ട്, ഒരു അഡീഷണൽ ഹെൽപ്പ് വേണം എന്ന് പറഞ്ഞു. അതിൻ്റെ ഭാഗമായിട്ട് കിംബേർലി ലുക്മാൻ എന്ന് പറയുന്ന ഒരു വെളുത്ത വർഗ്ഗക്കാരിയായ അധ്യാപിക അവരെ ഈ ഒരു ഉത്തരവാദിത്തം ഏൽപ്പിക്കുകയാണ്. അപ്പോൾ ഒരു ദിവസത്തെ ക്ലാസ് കഴിഞ്ഞിട്ട് ഒരു അഡീഷണൽ കോൾ ഉണ്ടാവും ഈ കുട്ടിയുമായിട്ട്. ഒരു ദിവസം ഇതുപോലെ ഒരു സൂം കോള് നടക്കുകയാണ് ഈ കുട്ടിയോട് മാത്രമായിട്ട്. കുട്ടിയുടെ അമ്മയും അവിടെയുണ്ട്. സ്റ്റോക്സ് എന്ന് പറയുന്ന 12 വയസ്സുകാരനും ഓൺലൈൻ ക്ലാസ്സിലുണ്ട്. ക്ലാസ് എല്ലാം ഹോംവർക്ക് എല്ലാം ചെയ്യാൻ സഹായിച്ചതിന് ശേഷം ടീച്ചർ പറയുന്നു, നമുക്കിനി നാളത്തെ ഓൺലൈൻ ക്ലാസ്സിൽ കാണാം. സൂം കോള് ഓഫ് ചെയ്യാൻ വേണ്ടി ക്ലിക്ക് ചെയ്തു. അൺഫോർച്ചുനേറ്റ്ലി അത് ഓഫ് ആയിട്ടുണ്ടായിരുന്നില്ല. ഇവർ വിചാരിച്ചത് ഓഫായെന്നാണ്. പക്ഷെ അടുത്ത 30 മിനിറ്റ് നേരം സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഈ ടീച്ചർ ഈ കുട്ടിയെ റേഷ്യലി അബ്യൂസ് ചെയ്യുകയായിരുന്നു. ഒരു കറുത്ത വർഗ്ഗക്കാരനായ കുട്ടിയായിരുന്നു സ്റ്റോക്സ് എന്ന് പറയുന്നത്. അവനെ പൊട്ടനെന്നും കഴിവില്ലാത്തവനെന്നും അവൻ്റെ കുടുംബത്തെയും കൾച്ചറിനെയും അവൻ്റെ നിറത്തെയും ഒക്കെ കളിയാക്കിക്കൊണ്ട് ഇവർ സംസാരം തുടർന്നു. ഈ അമ്മ ഇത് മുഴുവൻ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഈ മകനും ഇത് കേൾക്കുന്നുണ്ടായിരുന്നു. അവരത് റെക്കോർഡ് ചെയ്തു. അമ്മ പറഞ്ഞത് അവർക്ക് ഏറ്റവും കൂടുതൽ സങ്കടം നൽകിയ കാര്യം, എൻ്റെ മകൻ ഇതെല്ലാം കേട്ടതാണ്, അവനെ വല്ലാത്ത രീതിയിൽ ഇത് ബാധിച്ചിട്ടുണ്ട്. അവസാനം ഇവരിതൊരു കേസ് കൊടുക്കുകയും ഈ ടീച്ചറെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സുകളുടെ കാലമാണ്. ഞാൻ ഈ വീഡിയോ പറയാൻ കാരണം അധ്യാപകർക്ക് വേണ്ടിയിട്ടാണ്. എ ടീച്ചർ ക്യാൻ മേക്ക് ഓർ ബ്രേക്ക് എ ചൈൽഡ്സ് ഫ്യൂച്ചർ. ഒരു അധ്യാപകന് ഒരു കുട്ടിയുടെ ഭാവിയെ നല്ല രീതിയിലേക്ക് ആക്കാനും നശിപ്പിച്ച് കളയാനുമുള്ള ഒരു ഗിഫ്റ്റ് ഉണ്ട് എന്നുള്ളതാണ്. ഞാൻ എൻ്റെ ഒരു എക്സാമ്പിൾ പറയാം. അൾത്താര ബാലനായിരുന്നു പള്ളിയിൽ. അതായത് കുർബാനയ്ക്കൊക്കെ പള്ളിയിൽ അച്ഛനെ സഹായിക്കുന്ന പിള്ളേരുണ്ടാവും പ്രാർത്ഥനയൊക്കെ ചെല്ലാൻ. അപ്പോൾ ചില സമയത്ത് ഞങ്ങൾ ഈ ലേഖനം വായിക്കണം. ബൈബിളിൻ്റെ ഒരു ഭാഗം എടുത്തിട്ട് അൾത്താര ബാലന്മാരായിട്ടുള്ള ആളുകൾ വായിക്കണം. ഒരിക്കൽ നമ്മുടെ കൂട്ടത്തിലെ ഒരു സുഹൃത്ത് ഇതുപോലെ 7ാം ക്ലാസ്സിൽ 8ാം ക്ലാസ്സിലുമാണ് ലേഖനം വായിക്കുന്ന സമയത്ത് ചെറിയ മിസ്റ്റേക്കുകൾ പറ്റി. അപ്പോൾ ഈ വികാരിയച്ഛനെ ഗസ്റ്റായിട്ട് വന്ന അച്ഛനാണോ എന്ന് അറിയില്ല, പബ്ലിക്കലി അവനെ ക്രിറ്റിസൈസ് ചെയ്തു. എല്ലാവരും മുമ്പിൽ വെച്ചിട്ട് ഇങ്ങനെ തോന്നിയോണോ ഇത് വായിക്കണേ എന്ന് ചോദിച്ച് പബ്ലിക്കലി ക്രിറ്റിസൈസ് ചെയ്തു. ടിൽ ഡേറ്റ് ഇന്നും എൻ്റെ ആ സുഹൃത്തിന് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ സംസാരിക്കാൻ ചെറിയ ഭയമുണ്ട്, ചെറിയ ടെൻഷനുണ്ട്. കാരണം വളരെ കുഞ്ഞായിരിക്കുമ്പോൾ ഒരു പബ്ലിക്കിന് മുമ്പിൽ അവൻ വലിയൊരു വൂണ്ട് ഏറ്റുവാങ്ങിയിരുന്നു. ഇനി എൻ്റെ ഒരു അനുഭവം പറയാം. ഞാൻ പഠിക്കുന്ന സമയത്ത്, ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് ഇൻവിജിലേഷൻ ഉണ്ടാവുമല്ലോ എക്സാമിൻ്റെ സമയത്ത്. എനിക്ക് പരീക്ഷയുടെ സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുന്നൊരു സ്വഭാവമുണ്ട്. അതായത് ജസ്റ്റ് ഒന്ന് നടുവിൻ്റെ ഒരു ഞെട്ടിങ്ങനെ പൊട്ടിക്കുന്നൊരു സ്വഭാവമുണ്ട്. അപ്പോൾ ഒരു ദിവസം ഞാനിങ്ങനെ തിരിയുന്ന സമയത്ത് ഇൻവിജിലേഷൻ വന്ന ടീച്ചർ പെട്ടെന്ന് ഓടി എൻ്റെ അടുത്തേക്ക് വന്നു. സ്റ്റാൻഡപ്പ് എന്ന് പറഞ്ഞു. ഞാൻ കോപ്പി അടിക്കാൻ നോക്കായിരുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ അല്ല മാം, ഞാൻ തിരിഞ്ഞതാണ്. സത്യം? അതെ മാം. 2 പോക്കറ്റൊന്ന് തുറന്ന് കാണിച്ചേ. ഞാൻ 2 പാൻറ്റിൻ്റെ പോക്കറ്റിൽ ഉള്ളിലെ ഇതിങ്ങനെ തുറന്ന് കാണിച്ചു. ഷൂസ് ഊരി എന്ന് പറഞ്ഞു. സോക്സ് അവരിങ്ങനെ പരിശോധിച്ചു. പക്ഷേ എൻ്റെ പേഴ്സ് കാണിക്കാൻ പറഞ്ഞു. ഇതെല്ലാം നടക്കുന്നത് ക്ലാസ് റൂമിൽ വെച്ചിട്ടാണ്. എല്ലാവരും എന്നെ നോക്കുകയാണ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് അവർ ഇങ്ങനെ എന്നെ നോക്കിയിട്ട് എൻ്റെ ഹോൾ ടിക്കറ്റിൽ സസ്പെക്റ്റഡ് ടു ഹാവ് കോപ്പിഡ് എന്ന് എഴുതി വെച്ചു. ഇയാൾ കോപ്പി അടിച്ചതായി സംശയിക്കുന്നു. ആ പരീക്ഷാ കാലഘട്ടത്തിൽ ആദ്യത്തെ എക്സാമാണ്. നാളെയും ഇതിന് ശേഷം വരുന്ന 10 എക്സാമിനും എൻ്റെ ഹോൾ ടിക്കറ്റ് ഒപ്പിടാൻ വരുന്ന ആൾ ഈ ചുവന്ന അക്ഷരത്തിലുള്ള വരികൾ കാണും, സസ്പെക്റ്റഡ് ടു ഹാവ് കോപ്പിഡ്. ഒരു ക്രിമിനലിനെ പോലെ ഞാനങ്ങനെ നിന്നു പോവുകയായിരുന്നു. പിന്നീട് ഞാനത് കംപ്ലൈൻറ്റ് കൊടുക്കുകയും അതിനെതിരെ ചില നടപടികളൊക്കെ ഉണ്ടാവുകയും ചെയ്തു. ആ ടീച്ചറിൻ്റെ പെർസ്പെക്റ്റീവിൽ ചിന്തിക്കുമ്പോൾ എന്താണ്, അവർ കൃത്യമായിട്ട് ഒരു ഉത്തരവാദിത്തം, സംശയം തോന്നിയപ്പോൾ കൃത്യമായിട്ട് ഇടപെട്ടു എന്നുള്ളതൊക്കെയാണ്. പക്ഷേ ഒരു വിദ്യാർത്ഥിയുടെ മനസ്സിൽ അതിന് വലിയൊരു വൂണ്ട് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. എനിക്ക് തോന്നുന്നു ഈ അധ്യയന വർഷത്തിൽ പുതിയൊരു വിദ്യാഭ്യാസ കാലഘട്ടം ആരംഭിക്കുകയല്ല. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ അധ്യാപകരോടും, ഒരുപക്ഷെ നിങ്ങളുടെ കീഴിൽ ആരെങ്കിലുമൊക്കെ വർക്ക് ചെയ്യുന്ന ഒരാളാണ് നിങ്ങൾക്ക്, ഒരു ബോസ് ആയിരിക്കാം, അല്ലെങ്കിൽ ട്യൂഷൻ ടീച്ചർ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ മനുഷ്യരെ മാനേജ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഈ ഒരു പുസ്തകം, ഓപ്പൺ എന്നാണ് ഇതിൻ്റെ പേര്. ആന്ദ്രെ അഗാസി, ഇപ്പോഴത്തെ റോജർ ഫെഡററും റഫേൽ നദാലും പോലെയൊക്കെ വളരെ ഫേമസ് ആയിട്ടിരുന്ന മനുഷ്യനായിരുന്നു. 8 ഗ്രാൻഡ് സ്ലാം കിരീടങ്ങൾ സ്വന്തമാക്കിയിട്ടുണ്ട്. ഈ അഗാസിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹത്തിന് ടെന്നീസ് കളിക്കാൻ താല്പര്യമില്ലായിരുന്നു. അപ്പനാണ് നിർബന്ധിച്ച് ടെന്നീസിന് കളിക്കാൻ വിട്ടത്. അവസാനം ഇയാൾ ഇതിനെ ഈ ഒരു ഗെയിമിൽ എക്സൽ ആവാൻ കാരണം അദ്ദേഹത്തിൻ്റെ കോച്ചാണ്. ആ കോച്ചിൻ്റെ പേര് ബ്രാഡ് ഗിൽബർട്ട് എന്നാണ്. ഈ ബ്രാഡ് ഗിൽബർട്ട് അദ്ദേഹത്തിന്റെ കീഴിലാണ് 6 തവണ ഗ്രാൻഡ് സ്ലാം കിരീടങ്ങൾ
അഗാസി സ്വന്തമാക്കിയത്. അഗാസി പറയുന്നുണ്ട്, ആന്ദ്രെ അഗാസി പറയുന്നുണ്ട്, ഒരിക്കൽ ഗിൽ എന്നോട് പറഞ്ഞൊരു ഉപദേശം, ചെറിയൊരു പ്രസംഗമായിരുന്നു അത്, അതാണ് എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചതെന്ന്. എനിക്ക് തോന്നുന്നു ഏതൊരു അധ്യാപകനും മനസ്സിലാക്കാൻ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു അധ്യാപകനാവാൻ സഹായിക്കുന്ന ഒരു സ്പീച്ചാണത്. 11ാമത്തെ ചാപ്റ്ററിൽ ഞാനിങ്ങനെ അതിനെ മാർക്ക് ചെയ്ത് പോലും ഇട്ടിട്ടുണ്ട് ഈ ഭാഗത്ത്. ആ സ്പീച്ചിൻ്റെ ഒരു സാരാംശം ഞാൻ പറയാം. അതിങ്ങനെയാണ്. ഈ കളിക്കാരൻ്റെ പേര് ആന്ദ്രെ അഗാസി എന്നാണ്. അപ്പോൾ ഈ കോച്ച് പറയാണ്, സ്നേഹം നിറഞ്ഞ ആന്ദ്രെ, നിന്റെ സ്വഭാവം മാറ്റാനൊന്നും ഞാൻ പോണില്ല. കാരണം ആരുടെയും സ്വഭാവം ഞാൻ ഇന്നുവരെ മാറ്റിയിട്ടില്ല. അങ്ങനെ പറ്റുമായിരുന്നെങ്കിൽ ഞാൻ ആദ്യം എന്നെ തന്നെ സ്വഭാവം മാറ്റി നന്നാക്കിയേനെ. എടാ, 2 തരത്തിലുള്ള കുതിരകളുണ്ട്. ഒന്ന് റേസ് ഹോഴ്സ്, ഒന്ന് പണിയെടുക്കുന്ന ഈ പാടത്തൊക്കെ പണിയെടുക്കുന്ന കുതിര. നീ റേസ് ഹോഴ്സാണ്. ഈ 2 കുതിരേനെ 2 തരത്തിലാണ് ട്രീറ്റ് ചെയ്യേണ്ടത്. റേസ് ഹോഴ്സിൻ്റെ അടുത്ത് കുറച്ചുകൂടി ഹാർഡായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. കാരണം അവർ ലോകം മുഴുവൻ അറിയപ്പെടേണ്ട കുതിരകളാണ്. ഞാൻ നിൻ്റെ അടുത്ത് വളരെ സ്ട്രിക്റ്റ് ആയിരിക്കും, വളരെ ഫേം ആയിരിക്കും. പക്ഷെ ഒരിക്കൽ പോലും നിൻ്റെ ഇൻറ്റഗ്രിറ്റിയെ ഞാൻ വേദനിപ്പിക്കില്ല, കളിയാക്കില്ല, നിന്നെ ഒരിക്കലും ഞാൻ ഹേർട്ട് ചെയ്യില്ല. ബട്ട് ഐ വിൽ ബി വെരി സ്ട്രിക്റ്റ്. ഡിയർ ആന്ദ്രെ, നിന്റെ പേരിൽ ആകാശത്തെവിടെയോ ഒരു നക്ഷത്രമുണ്ട്. അത് തനിയെ കണ്ടെത്താനുള്ള ഉയരം ഒരുപക്ഷെ നിനക്കില്ലായിരിക്കാം. ഞാൻ എൻ്റെ ചുമലുകൾ നിനക്ക് തരികയാണ്. എൻ്റെ ചുമലിൽ ചവിട്ടി നിന്നുകൊണ്ട് നിനക്ക് ആ നക്ഷത്രത്തെ തേടാം. ആ നക്ഷത്രത്തെ നീ കണ്ടെത്തുന്നവരെ എൻ്റെ ചുമലിൽ നിനക്ക് ചവിട്ടി നിൽക്കാം. Somewhere up there is a star with your name on it. Dear Andre, you can stand on my shoulders and search for the star as long as you want. എല്ലാ അധ്യാപകരോടും പറയാനുള്ള ഇതാണ്. നമ്മുടെ ക്ലാസ് റൂമിൽ ഇരിക്കുന്നത് മുഴുവൻ കുറേ നക്ഷത്രങ്ങൾ പേരെഴുതിയിട്ടുള്ള കുട്ടികളാണ്. അവരുടെ ടാലൻ്റ് ആയിരിക്കാം ഈ നക്ഷത്രം. ആ ടാലൻ്റ് കണ്ടെത്തി കൊടുക്കാനൊന്നും നമുക്ക് പറ്റില്ല. പക്ഷേ അവർക്ക് എത്തി നോക്കാൻ പറ്റാതിരിക്കുമ്പോൾ നമ്മുടെ ചുമലിൽ ചവിട്ടി നിന്നുകൊണ്ട് ആ നക്ഷത്രത്തെ തേടാൻ സഹായിക്കുന്നതായിരിക്കണം ഓരോ അധ്യാപകരും. നിങ്ങളുടെ വിദ്യാർത്ഥികൾ ജസ്റ്റ് ഇമാജിൻ ചെയ്യുക, ക്ലാസ്സിൽ ഇപ്പോൾ ഒരു 70 വിദ്യാർത്ഥികളുണ്ടെങ്കിൽ എന്നെങ്കിലും ഒരിക്കൽ ഈ 70 വിദ്യാർത്ഥികളും ഒരു ആത്മകഥ എഴുതുകയാണെങ്കിൽ ആ 300ഓളം പേജ് വരുന്ന പുസ്തകത്തിലെ ഏതെങ്കിലും ഒരു പാരഗ്രാഫ് നിങ്ങളെക്കുറിച്ച് സ്നേഹത്തോടു കൂടി ഓർക്കുന്നതായിരിക്കുമോ? എല്ലാ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും പുതിയ അധ്യയന വർഷത്തിൻ്റെ ആശംസകൾ നേരുന്നു. പുതിയ നല്ല നക്ഷത്രങ്ങൾ ഉണ്ടാവട്ടെ. താങ്ക് യു.